എല്ലാവർക്കും നമസ്കാരം. എംസെറ്റ് മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ചെയ്തു വന്ന വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ടൊക്കെ കുറേ അഭിപ്രായങ്ങൾ വന്നിരുന്നു. PSC ഉദ്യോഗാർത്ഥികളെ ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്തുകൂടെ, ഓരോ ടോപ്പിക് വൈസ് വീഡിയോസ് ചെയ്തുകൂടെ. അപ്പോൾ ആ അഭിപ്രായം ഉൾക്കൊണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിവിസിബിലിറ്റി റൂള് അഥവാ ഹരണ സാധ്യതാ നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ താഴ്ന്ന തലം മുതൽ കുറച്ച് അഡ്വാൻസായി നിൽക്കുന്ന കുട്ടികൾക്ക് വരെ ഉപകാരപ്പെടുന്ന തരത്തിൽ ഇതിൽ കുറേ എക്സാമ്പിൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിലധികം ചോദ്യങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് കുറച്ച് ലെങ്തിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഈ വീഡിയോ കംപ്ലീറ്റായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് PSCയിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൗജന്യമായിട്ട് നമ്മൾ കുറേ അധ്യാപകർ അതിൽ സൗജന്യമായിട്ട് PSC കോച്ചിങ് അതിൽ നടത്തുന്നുണ്ട്. അപ്പോൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കൂടി അവരോട് പറയുക. ടെലഗ്രാമിൽ പോയിട്ട് സെർച്ച് ബാറിൽ എംസെറ്റ് മാത്സ് ക്യാപിറ്റൽ ലെറ്ററിൽ MZ സ്പേസ് ഇടുക, MATH സ്മോളിൽ വീണ്ടും Z ക്യാപിറ്റൽ, അങ്ങനെ MZ മാത്സ് എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം തന്നെയാണ്. യൂട്യൂബ് ചാനലിൻ്റെ നെയിം തന്നെ അവിടെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചേർക്കുന്നതാണ്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, 0 കൊണ്ട് ഒരു സംഖ്യേനെ ഹരിക്കാൻ കഴിയില്ല. അനന്തമായി അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 0 കൊണ്ട് ഒരു സംഖ്യേനെ ഹരിക്കാൻ കഴിയില്ല. 1 എല്ലാ സംഖ്യേനെയും, ഈ ലോകത്തുള്ള എല്ലാ സംഖ്യേനെയും 1 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഏത് സംഖ്യ എടുത്താലും ആ സംഖ്യയുടെ ഒരു ഘടകമായിട്ട് 1 വരും. എല്ലാ സംഖ്യേനെയും 1 കൊണ്ട് ഹരിക്കാം. നമ്മളിനി 2ലേക്ക് പോകുന്നു. ഒരു സംഖ്യ തന്നാൽ അതിനെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ആ സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ നോക്കിയാൽ മതി. അവസാനത്തെ ഡിജിറ്റ് നോക്കിയാൽ മതി. അവസാനത്തെ അക്കം ഇരട്ട സംഖ്യയോ 0 ആണെങ്കിൽ, ഒന്നുകൂടി പറയുന്നു, അവസാനത്തെ അക്കം 0 ഇരട്ട സംഖ്യയോ ആണെങ്കിൽ ആ മുഴുവൻ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. എന്താണ് ഇരട്ട സംഖ്യ? 2, 4, 6, 8, 10 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ അവസാനത്തെ അക്കം നോക്കുക. അവസാനത്തെ അക്കം ഒന്നുകിൽ അത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയിലെ 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒരാൾ ഒരു സംഖ്യയുടെ അവസാനം വന്നിട്ടുണ്ടെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ കണക്ക് 4, 5, 8, 3, 2. നമ്മൾ എന്തേ ചെയ്യണ്ടു? ഈ മുഴുവൻ സംഖ്യയെ ഹരിച്ച് നോക്കേണ്ട കാര്യമില്ല. അവസാനത്തെ ആളെ നമ്മൾ നോക്കും. അത് ഇരട്ട സംഖ്യയാണോ? ആണ്. നമുക്കെന്ത് പറയാം? ആദ്യത്തെ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ സംഖ്യ നമ്മൾ നോക്കി, വലിയൊരു സംഖ്യയാണ് അല്ലേ? നമ്മൾ വേണമെങ്കിൽ സൈഡിൽ കൊണ്ടുപോയിട്ട് ഹരിച്ച് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ PSCയുടെ സമയം തീരും, നമ്മുടെ സമയം തീരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ അക്കത്തെ മാത്രം നോക്കിയാൽ മതി. അവസാനത്തെ അക്കം ഇവിടെ 0 ആയതുകൊണ്ട് രണ്ടാമത്തെ സംഖ്യയെ നമുക്ക് 2 കൊണ്ടിരിക്കാം. മൂന്നാമത്തെ നമ്മൾ നോക്കുന്നു. അവസാനത്തെ അക്കം ഇരട്ട സംഖ്യയല്ല, 7 ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് മൂന്നാമത്തെ സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. നാലാമത്തെ നമ്മൾ നോക്കുന്നു. അവസാനത്തെ ആള് 6 അല്ലേ? ഈ ലിസ്റ്റിലുണ്ട്. ലിസ്റ്റ് നോക്കണം, നമുക്കറിയാമല്ലേ 6 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണെന്ന് അറിയാം. അതുകൊണ്ട് നാലാമത്തെ ആളെയും നമുക്ക് പറ്റും. അടുത്ത നോക്കൂ, 4. ഓഫ് കോഴ്സ് അതൊരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് അതും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അടുത്തത് 5 ഇരട്ട സംഖ്യയല്ല, ഒറ്റ സംഖ്യയാണ്, കഴിയില്ല. അടുത്തത് 8 അല്ലേ? അടുത്ത സംഖ്യയിൽ അവസാനത്തൊക്കെ 8 കഴിയും അല്ലേ? 8 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഈ മുഴുവൻ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരുള്ളൂ. നിശേഷം ഹരിക്കാൻ കഴിയും. അടുത്തത് അവസാനത്തെ അക്കം 3 ആയതുകൊണ്ട്, 3 എന്ന് പറയുന്നത് ഒരൊറ്റ സംഖ്യ ആയതുകൊണ്ട് ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അടുത്തതിലേക്ക് കിടക്കാം. ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നെങ്ങനെ പരിശോധിക്കാം? നമ്മൾ 2ന്റെ പഠിച്ചു അല്ലേ? അവസാനത്തെ അക്കം ഇരട്ട സംഖ്യയോ 0 ആണെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാം. ചില ആളുകൾ തെറ്റിക്കും.
ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് അവർ അവസാനത്തെ അക്കം ഒറ്റ സംഖ്യയാണോ നോക്കും. 1, 3, 5, 7, 9 അതിലേതെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് ടിക്കിട്ട് കണ്ടിട്ടുണ്ട്. പല ആളുകൾ അങ്ങനെ തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ആ മണ്ടത്തരം കാണിക്കരുത്. ഒരു സംഖ്യ തന്നു, ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ആ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടുക. ഒരു സംഖ്യ തന്നു, അതിലെല്ലാ അക്കങ്ങളും കൂടി കൂട്ടി അവസാനം കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ്, അവസാനം കിട്ടുന്ന ആ സിംഗിൾ ഡിജിറ്റ് ഒന്നുകിൽ 3 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9. 3, 6, 9 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഓക്കെ, സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂട്ടി കിട്ടുന്ന അക്കത്തുക ഒന്നുകിൽ 3 ആകണം, അല്ലെങ്കിൽ 6 ആകണം, അല്ലെങ്കിൽ 9 ആകണം. 3, 6, 9 ആയിരിക്കണം ആ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടി കിട്ടുന്ന ആ സിംഗിൾ ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ മുഴുവൻ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് പറയാം. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ കണക്ക് 8, 5, 3, 2, 1. നമ്മൾ എന്ത് ചെയ്യും? 8, 5, 3, 2, 1 അതിലെല്ലാ അക്കങ്ങളും കൂടി കൂട്ടും. അവസാനം ഒരു സിംഗിൾ ഡിജിറ്റ് കിട്ടണം. നമ്മൾ കൂട്ടുന്നു. 8ഉം 5ഉം 13, 13ഉം 3ഉം 16, 16ഉം 2ഉം 18, 18ഉം 1ഉം 19. സിംഗിൾ ഡിജിറ്റ് അല്ലേ കിട്ടിയത്, നമ്മൾ എന്ത് ചെയ്യും? അതിന് വീണ്ടും കൂട്ടും. 1ഉം 9ഉം 10. സിംഗിൾ ഡിജിറ്റ് അല്ല അപ്പോഴും കിട്ടിയത്, വീണ്ടും കൂട്ടും. 1ഉം 0 കൂട്ടിയാൽ 1. കിട്ടിയത് 3 അല്ല, 6 അല്ല, 9 അല്ല, കിട്ടിയത് 1 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം, ഒന്നാമത്തെ സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ തീർച്ചയായും ശിഷ്ടം വരും. അല്ലെങ്കിൽ ഒന്നാമത്തെ സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടെത്തി. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. ചില ആളുകൾ പറയും ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമല്ലോ എന്ന് പരിശോധിക്കാൻ ആ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂട്ടി 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിച്ചാൽ മതി എന്നുള്ളത്. 3ന്റെ എല്ലാ ഗുണിതങ്ങളും നിങ്ങൾ തലയിൽ ഓർത്ത് വെക്കേണ്ട. ജസ്റ്റ് 3, 6, 9 മാത്രം ഓർത്ത് വെച്ചാലും മതി. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. 3, 6, 9, 12, 15, 18, 21, 24, 27, 30, 33, 36, 19 അങ്ങനെ പോകും അല്ലേ? 3ന്റെ ഗുണിതങ്ങൾ ഇതെല്ലാം തലയിൽ ഓർത്ത് വെക്കണ്ട. കൂട്ടി കിട്ടുന്ന അവസാനത്തെ അക്കത്തുക 3, 6, 9 ആണോ നോക്കിയാൽ മതി. കാരണം എന്താ? നോക്കിയേ, 3, 6, 9. അടുത്തത് 1, 2 കൂട്ടിയാൽ 3, 1, 5 കൂട്ടിയാൽ 6, 1, 8 കൂട്ടിയാൽ 9, വീണ്ടും 3, 6, 9, 2, 3, 3, 2, 4, 6, 2, 7, 9, വീണ്ടും 3, 6, 9. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അടുത്തത് 3, 6, 9, വീണ്ടും 3, 6, 9. അങ്ങനെ 3ന്റെ എല്ലാ ഗുണിതങ്ങളുടെയും അക്കത്തുക 3, 6, 9 അങ്ങനെയായിരിക്കും. അപ്പോൾ എല്ലാ ഗുണിതങ്ങളും ഓർത്ത് വെക്കണ്ട. ജസ്റ്റ് ഇത് മാത്രം ഓർത്താൽ മതി. 3, 6, 9 ആണെന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ രണ്ടാമത്തെ കണക്കിലേക്ക് പോകുന്നു. 5, 7, 3, 0, 2, 4. 5, 7, 3, 0, 2, 4 എല്ലാം കൂടി കൂട്ടുന്നു. 5ഉം 7ഉം 12, 3ഉം 15, പ്ലസ് 0 15, പ്ലസ് 2 17, പ്ലസ് 4 21. 2ഉം 1ഉം നമ്മൾ വീണ്ടും കൂട്ടുന്നു. കിട്ടുന്നത് 3. അക്കത്തുക 3 കിട്ടിയാൽ നമുക്ക് പറയാം രണ്ടാമത്തേത് 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഇനി എല്ലാം ഞാൻ ഇങ്ങനെ പ്ലസ് ഇട്ട് എഴുതണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ കൂട്ടാം അല്ലേ? 9ഉം 8ഉം 17, 17ഉം 6ഉം 23, 23ഉം 5ഉം 28, 28ഉം 5ഉം 33. അതിൽ 3, 3 വീണ്ടും നമ്മൾ കൂട്ടുന്നു. അങ്ങനെ കിട്ടുന്ന അക്കത്തുക 6 ആയതുകൊണ്ട് നമുക്ക് മൂന്നാമത്തേതിനെയും 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയും എന്ന് പറയാം. നാലാമത്തേത് നമുക്ക് നോക്കാം. 6ഉം 5ഉം 11, 11ഉം 4ഉം 15, 15ഉം 8ഉം 23, 7ഉം 30. 30 വീണ്ടും 3ഉം 0 നമ്മൾ കൂട്ടി കിട്ടുന്നത് 3. നാലാമത്തേത് നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് പറയാം. അവസാനത്തേത് 4ഉം 2ഉം 6, 6ഉം 7ഉം 13, 13ഉം 6ഉം 19, 19ഉം 5ഉം 24, 24ഉം 2 26. 2ഉം 6ഉം കൂട്ടി കിട്ടുന്നത് 8 ആണ്. 3 അല്ല, 6 അല്ല, 9 അല്ല. അതുകൊണ്ട് നമുക്ക് അവസാനത്തേത് 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അഥവാ ഹരിച്ചാൽ ശിഷ്ടം വരും, ശിഷ്ടം 0 ആയിരിക്കില്ല. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ 4ന്റെ കേസിലേക്ക് പോവുകയാണ്. 4 ഒരു സംഖ്യ തന്നു,
ആ സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ 2ന്റെ കേസിൽ എന്താ ചെയ്തേ? അവസാനത്തെ അക്കം ഇരട്ട സംഖ്യയാണോ നോക്കി, അല്ലേ? അഥവാ അത് 2ന്റെ ഗുണിതാണോ നോക്കി. ഇരട്ട സംഖ്യ എല്ലാം 2ന്റെ ഗുണിതാണ്. അപ്പോൾ 2ന്റെ കേസിൽ നമ്മൾ അവസാനത്തെ എല്ലാ അക്കങ്ങളും അവസാനത്തെ ഒരക്കം 2ന്റെ ഗുണിതമാണോ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണോ, അല്ലെങ്കിൽ 0 എന്ന് നമ്മൾ പരിശോധിച്ചു. 4ന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് അവസാനത്തെ 2 അക്കങ്ങൾ ചെയ്യുന്നത് എന്താ? അവസാന 2 അക്കങ്ങൾ 4ന്റെ ഗുണിതമാകണം. അവസാനത്തെ 2 അക്കങ്ങൾ 4ന്റെ ഗുണിതമാകണം. അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ 0 എന്നായിരിക്കണം. അവസാനത്തെ 2 അക്കങ്ങൾ 0 ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റും. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. 8, 6, 5, 3, 8 ഒന്നാമത്തെ കണക്ക്. 8, 6, 5, 3, 8. നമ്മൾ എന്ത് ചെയ്യണം? ഈ മുഴുവൻ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ നിൽക്കണ്ട. അവസാനത്തെ 2 അക്കങ്ങൾ മാത്രം നോക്കിയാൽ മതി. 38 4ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുക. നമുക്കറിയാം 9, 4, 36. അത് കഴിഞ്ഞാൽ 10, 4, 40 38 4ന്റെ ടേബിളിൽ വരുന്നില്ല, 4ന്റെ ഗുണന പട്ടികയിലില്ല. അപ്പം നമുക്ക് പറയാം ഈ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അടുത്ത നമ്മൾ നോക്കുന്നു 24. അല്ലെ, വലിയൊരു സംഖ്യയാണ്. അതിനെ മൊത്തം നമ്മളിങ്ങനെ ഹരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 2 അക്കങ്ങൾ പരിശോധിച്ചാൽ മതി. 24നെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. 24 4ന്റെ ഗുണിതമാണ്. 6, 4, 24. അതുകൊണ്ട് ഈ വലിയ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാം, രണ്ടാമത്തെ സംഖ്യയെ. അടുത്തത് 96നെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. 96നെ സംശയമുള്ളവർ വേണമെങ്കിൽ സൈഡിൽ കൊണ്ടിട്ട് 96 ഹരിക്കണം 4 ചെയ്ത് നോക്കുക. ഓക്കെ, 96 4ന്റെ ഗുണിതാണ്. ചെയ്ത് നോക്കാം. 2, 4, 8. 9 8 പോയാൽ 1. അടുത്ത 6നെ ഇറക്കിയിട്ടു. 4, 4, 16 0. അപ്പോൾ 24 4കൾ ചേർന്നതാണ് 96. 96 4ന്റെ ഗുണിതമായതുകൊണ്ട് നമുക്ക് പറയാം മൂന്നാമത്തെ സംഖ്യനെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയും. അടുത്തത് 46. 11 × 4 44. പിന്നെ 12 × 4 48. 46 ഇല്ല, 4ന്റെ ഗുണന പട്ടിക ഇല്ല. 46 4ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഈ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അടുത്തത് 53. 3 ഒരൊറ്റ സംഖ്യയാണ്. അതുകൊണ്ട് കണ്ണും പൊട്ടി നമുക്ക് പറയാം ഈ സംഖ്യ കഴിയില്ല, പരിശോധിക്കാൻ നിൽക്കേ വേണ്ട. അവസാനം വരുന്നത് ഒറ്റ സംഖ്യയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് പറയാം അതിനെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അടുത്തത് 80. 80ന് കഴിയോ ഇല്ലയോ നമുക്കറിയാം, അല്ലേ? 20 × 4 ആണ് 80. 10 × 4 40 നമ്മൾ പഠിച്ചു. 20 × 4 80 നമുക്കറിയാം. അതുകൊണ്ട് ഈ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാം. അടുത്ത 21. ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റ സംഖ്യ ആണെങ്കിൽ പിന്നെ അതിനെ ഹരിക്കാൻ നിൽക്കേണ്ട, 4ന്റെ ഗുണിതമാണെന്ന് പരിശോധിക്കുക പോലും വേണ്ട. നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ വലിയ സംഖ്യയെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. അടുത്തത് 0 അവസാനത്തെ 2 അക്കങ്ങൾ 0 അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് 2 പൂജ്യങ്ങൾ അവസാനം വന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ കഴിയും. അപ്പം ഈ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകം പഠിച്ചു വെക്കുക. നമ്മൾ കലണ്ടർ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കൊക്കെ പഠിക്കുമ്പോൾ ഒരു വർഷം തന്നാൽ അത് അതിവർഷമാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഡിവിസിബിലിറ്റി റൂൾ അല്ലെങ്കിൽ ഈ ഒരു ഹരണ സാധ്യതാ നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇത് പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഒരു സംഖ്യ തന്നാൽ അതിനെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. നമുക്കറിയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പഠിച്ച ഗുണനപ്പട്ടികയിൽ ഒന്ന് 5ന്റെ ഗുണനപ്പട്ടിക ആയിരിക്കും. കാരണം എന്താ? 5, 10, 15, 20 അല്ലേ? ആ ഒരു പ്രത്യേക പാറ്റേൺ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു പാറ്റേൺ ആയതുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ചത് 2ന്റെ ഗുണനപ്പട്ടികയും 10ന്റെ ഗുണനപ്പട്ടികയും 5ന്റെ ഗുണനപ്പട്ടികയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ എത്ര വലിയ സംഖ്യയാണെങ്കിലും ആ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ വലിയ സംഖ്യയുടെ അവസാനത്തെ അക്കം പരിശോധിക്കണം. അവസാനത്തെ അക്കം നോക്കുക. അവസാനത്തെ അക്കം ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. അവസാനത്തെ അക്കം 0 5 ആണെങ്കിൽ ആ വലിയ സംഖ്യയാണെങ്കിൽ പോലും നമുക്ക് എന്ത് പറയാം?
ആ സംഖ്യയെ 5 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയും. നമുക്ക് ഒന്നാമത്തെ കണക്ക് നമ്മൾ നോക്കി, വലിയൊരു സംഖ്യയാണ്. പക്ഷെ നമ്മൾ എന്തേ നോക്കണ്ടു? അവസാനത്തെ ആൾ മാത്രമേ നോക്കണ്ടു. അവസാനത്തെ ആൾ ഇവിടെ ആരാ? 7. 5 അല്ല, 0 അല്ല. ഉറപ്പിച്ച് പറയാം, ഈ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. നിശേഷം ഹരിക്കാൻ കഴിയില്ല. ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കില്ല, ശിഷ്ടം വരും. രണ്ടാമത്തേൽ നമ്മൾ നോക്കി 0. ഓഫ് കോഴ്സ് 0 5 ആണെങ്കിൽ 5 കൊണ്ട് ഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ 0 ആണ്, കഴിയും. അടുത്തത് അവസാനത്തെ ആള് 5, കഴിയും. അവസാനത്തെ ആള് 9, കഴിയില്ല. അവസാനത്തെ ആള് 5, കഴിയും. ഇപ്പം എത്ര വലിയ സംഖ്യയാണെങ്കിലും നമ്മൾ അവസാനത്തെ ആ സിംഗിൾ ഡിജിറ്റിനെ നോക്കും. അത് 0 9 ആണെങ്കിൽ 0 5 ആണെങ്കിൽ, ആ വലിയ സംഖ്യയാണെങ്കിൽ പോലും, എത്ര വലിയ സംഖ്യയാണെങ്കിൽ പോലും നമുക്കതിനെ 5 കൊണ്ട് ഹരിക്കാം. നമ്മൾ അടുത്തേക്ക് കിടക്കുന്നു. ഒരു സംഖ്യ തന്നാൽ അതിനെ 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എത്ര വലിയ സംഖ്യയാണെങ്കിലും അതിനെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഹരിച്ച് നോക്കി. നമ്മൾ വെറുതെ സമയം കളയില്ല. നമ്മളതിനൊക്കെ ചെറിയ ട്രിക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ 6 കൊണ്ടൊരു സംഖ്യയെ ഹരിക്കാൻ, പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം 6 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 3 ആണ്. 2 ഗുണിക്കണം 3 ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ടൊരു സംഖ്യയെ ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ആ സംഖ്യയെ നമ്മൾ 2ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കും. ആ സംഖ്യയെ നമ്മൾ 3ൻ്റെ ഗുണിതമാണോ എന്നും പരിശോധിക്കും. 2ൻ്റെയും 3ൻ്റെയും ഗുണിതമാണെങ്കിൽ അതെങ്ങനെ പരിശോധിക്കാം? നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഒരു സംഖ്യ 2ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാനും 3ൻ്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാനും നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 കേസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ആ സംഖ്യയെ 6 കൊണ്ടും ഹരിക്കാൻ കഴിയും. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ഒരു സംഖ്യ തന്നു, ആ സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആദ്യം 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കും. പറ്റുമെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കും. അതും പറ്റുമെങ്കിൽ 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെ എന്ത് പറയാം? നമുക്ക് 6 കൊണ്ടും ഹരിക്കാൻ കഴിയും എന്ന് ഉറപ്പിച്ച് പറയാം. ഇനി 2 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ കണ്ടെത്തി, പക്ഷേ 3 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, 3 കൊണ്ട് ഹരിക്കാൻ കഴിയും എങ്കിലും നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 2 കേസും ഓക്കെ ആവണം. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഓരോ കണക്കെടുത്ത് നോക്കാം. 2 3 5 8 7 3 3. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കും അല്ലേ? 2 3ൻ്റെയും 2ൻ്റെയും ഗുണിതാവണം, 3ൻ്റെയും ഗുണിതാവണം. നമ്മൾ ഈ വലിയ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാം? അവസാനത്തെ ആളെ നോക്കും. ഒറ്റ സംഖ്യയാണ്, 2 കൊണ്ട് കഴിയില്ല. നമ്മൾ വെറുതെ ഇനി 3ൻ്റെ നോക്കണ്ട. 3 കൊണ്ട് ഇനി കഴിഞ്ഞാലും കാര്യമില്ല. 3 കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞാൽ പോലും ഈ സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. കാരണം എന്താ? 2 കൊണ്ടേ ഹരിക്കാൻ പറ്റുന്നില്ല. പിന്നെ 3ൻ്റെ നോക്കേ വേണ്ട. ഒറ്റ സംഖ്യയാണെങ്കിൽ നോക്കേ വേണ്ട, 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അടുത്തത് 5 8 7 6 4 2. നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ടും 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. നമ്മൾ അവസാനത്തെ ആളെ നോക്കേണ്ടത് അല്ലേ? അവസാനത്തെ ആൾ ഇരട്ട സംഖ്യയാണ്, 2 ആണ്. അപ്പോൾ 2 കൊണ്ട് പറ്റും. ഇനി 3 കൊണ്ട് പറ്റുമോ എന്ന് എങ്ങനെ നോക്കുക? എല്ലാ അക്കങ്ങളും തമ്മിൽ നമ്മൾ കൂട്ടി 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 അവസാനം ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തിക്കണം. അത് 3 6 9 ആകണം. കൂട്ടി നോക്കാം. 5 8 13 7 20 26 30 32. കിട്ടിയത് 32. 3 2 നമ്മൾ വീണ്ടും കൂട്ടും. അങ്ങനെ അവസാനം കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് 5 ആണ്. 3 അല്ല 6 അല്ല 9 അല്ല. 3 കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തേതും പറ്റില്ല, രണ്ടാമത്തേതും പറ്റില്ല. മൂന്നാമത്തേത് നമ്മൾ നോക്കുന്നു അല്ലേ? 2 കൊണ്ടും പറ്റണം, 3 കൊണ്ടും പറ്റണം. അവസാനത്തൊക്കെ 2 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ 2 കൊണ്ട് പറ്റുമെന്ന് നമുക്ക് ഉറപ്പായി. ഇനി 3 കൊണ്ട് പറ്റുമോ നോക്കാം. കൂട്ടി നോക്കാം അല്ലേ? 9 7 16 6 22 5 27 6 33 7 40 3 43 2 45. കൂട്ടി കിട്ടി നമുക്ക് 45. നമ്മൾ 2 വീണ്ടും കൂട്ടുന്നു. കാരണം എന്താ? സിംഗിൾ ഡിജിറ്റ് കിട്ടണം. 4 5 കൂട്ടിയാൽ 9. 9 ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ടും ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തി. 2 കൊണ്ടും പറ്റും, 3 കൊണ്ടും പറ്റും. അപ്പോൾ മൂന്നാമത്തെ സംഖ്യയെ, ഈ സംഖ്യയെ നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ കഴിയും.
ഇനി നാലാമത്തെ സംഖ്യ നമ്മൾ നോക്കുന്നു. അവസാനത്തെ അക്കം 1 കൊണ്ട്. ഒറ്റ സംഖ്യയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പറയാം ഈ വലിയ സംഖ്യയെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. ഇനി അവസാനത്തെ കണക്കിലേക്ക് പോകുന്നു. 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അവസാനത്തെ അക്കം 2 ആയതുകൊണ്ട്, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റും. ഇനി എല്ലാം കൂടി കൂട്ടി നോക്കുന്നു. 7ഉം 4ഉം 11, 11ഉം 8ഉം 19, 19ഉം 6ഉം 25, 25ഉം 5ഉം 30, 30ഉം 4ഉം 34, 34ഉം 2ഉം 36. 3ഉം 6ഉം നമ്മൾ വീണ്ടും കൂട്ടുന്നു. അങ്ങനെ കൂട്ടി കിട്ടുന്നത് 9 ആണ്. അതുകൊണ്ട് 3 കൊണ്ടും ഈ സംഖ്യയെ ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വലിയ സംഖ്യയെ 6 കൊണ്ടും ഹരിക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ച് പറയാം. ക്ലിയർ അല്ലടാ? 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ കഴിഞ്ഞാൽ അത് എത്ര വലിയ സംഖ്യയാണെങ്കിലും നമുക്ക് 6 കൊണ്ടും ഹരിക്കാൻ കഴിയും. ഇതിലേതെങ്കിലും 1 കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല. 2 കൊണ്ടും ഹരിക്കാൻ പറ്റണം. 2 കൊണ്ടും 3 കൊണ്ടും ഒരേപോലെ ഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ 6 കൊണ്ട് ഹരിക്കാൻ കഴിയൂ. സെറ്റല്ലേ? നമ്മൾ നേരെ അടുത്തേക്ക് പോവാണ്. ഒരു സംഖ്യയെ 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടുക, അത് 3ൻ്റെ ഗുണിതാണോ 9ൻ്റെ ഗുണിതാണോ, ആ ഒരു പരിപാടിയല്ല. കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ 4 കണക്കുകളെ എഴുതിയിട്ടുള്ളൂ, 4 സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഈ 4 സംഖ്യകൾ 7ൻ്റെ ഗുണിതമാണോ, അല്ലെങ്കിൽ ഈ 4 സംഖ്യകളെ 7 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുമോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കണക്ക് 33, 49, 5 അല്ലേ? ഈ കണക്ക് നമ്മൾ ഈ സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ചെയ്യേണ്ടത് ഇതാണ്. തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ അക്കത്തെ മാറ്റി നിർത്തും. അവസാനത്തെ അക്കം ഇവിടെ 5 ആണ്, അതിനെ മാറ്റി നിർത്ത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വരയൊക്കെ വരച്ചു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ അവസാനത്തെ അക്കത്തിനെ മാറ്റി വെച്ചു. ഈ മാറ്റി വെച്ച അവസാനത്തെ അക്കത്തിൻ്റെ ഇരട്ടി എടുക്കും. ഇവിടെ 5 ആണ് അല്ലേ? 5ൻ്റെ ഇരട്ടി 10. ആ 10നെ നമ്മൾ ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കും. ചെയ്തത് ഒരിക്കൽ കൂടി പറയാം. തന്നിരിക്കുന്ന സംഖ്യയിലെ അവസാനത്തെ ഡിജിറ്റിനെ മാറ്റി നിർത്തുന്നു. അതിൻ്റെ ആ മാറ്റി നിർത്തിയ സംഖ്യയുടെ ഇരട്ടി കാണുന്നു. ആ ഇരട്ടി ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു. ഓക്കെ, 33, 49 നിന്ന് 10 കുറച്ചാൽ 13, 39. നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും ചെയ്യണം. എത്ര വരെ? അവസാനം 2 ഡിജിറ്റ് കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യണം. നമുക്കിവിടെ 4 ഡിജിറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വീണ്ടും ചെയ്യണം. അവസാനത്തെ അക്കത്തെ മാറ്റി നിർത്തി 9. 9ൻ്റെ ഇരട്ടി 18. നമ്മൾ 333 നിന്ന് ഈ 9ൻ്റെ ഇരട്ടിയായ 18 കുറയ്ക്കുന്നു. നമുക്ക് കട എടുത്തിട്ടൊക്കെ കുറയ്ക്കാം അല്ലേ? ഇവിടെ 5, 1, 3, 315 കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു? 3 അക്ക കിട്ടിയത് നിർത്താൻ പറ്റില്ല, 2 അക്കം ആകണം, എന്നാലേ നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ വീണ്ടും വരയ്ക്കുന്നു. 5ൻ്റെ ഇരട്ടി എടുക്കുന്നു 10. അങ്ങനെ 31 നിന്ന് നമ്മൾ 5ൻ്റെ ഇരട്ടിയായ 10 കുറച്ചപ്പോൾ നമുക്ക് 21 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് കിട്ടി. അപ്പോൾ നമ്മളിനി നോക്കേണ്ടത് ഒരു സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ ചെയ്ത് അവസാനം കിട്ടുന്ന 2 ഡിജിറ്റ് ഒന്നുകിൽ അത് 7ൻ്റെ ഗുണിതാകണം, അല്ലെങ്കിൽ അത് 0 ആയിരിക്കണം. അങ്ങനെ കുറച്ച് വരുന്നത് 0 7ൻ്റെ ഗുണിതമോ ആണെങ്കിൽ 0 7ൻ്റെ ഗുണിതമോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഒരു പ്രോസസ്സ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പമായിട്ട് 33,495 സൈഡിൽ കൊണ്ടുപോയി 7 കൊണ്ട് ഹരിച്ച് നോക്കുന്നതാണ് എളുപ്പം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഉത്തരം കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോകുന്നു. എന്താ ചെയ്യുന്നത്? അവസാനത്തെ അക്കത്തെ മാറ്റി നിർത്തുന്നു. 5ൻ്റെ ഇരട്ടി നമ്മൾ എടുക്കുന്നു 10. 62, 20 നിന്ന് ഈ 10 നമ്മൾ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 62, 10. വീണ്ടും അവസാനത്തെ അക്കത്തെ മാറ്റി നിർത്തുന്നു. 0, 0ൻ്റെ ഇരട്ടി 0 തന്നെ. കുറച്ച് കഴിഞ്ഞാൽ 621. അവസാനത്തെ അക്കത്തെ മാറ്റി നിർത്തി വീണ്ടും വരച്ചു. 1ൻ്റെ ഇരട്ടി 2. 62 നിന്ന് 2 പോയാൽ ഉത്തരം 60. നമുക്ക് 2 ഡിജിറ്റായി നിർത്താം.
60 എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ ഈ സംഖ്യയെ 62,205 എന്ന് പറയുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. ഓക്കെ, നമ്മൾ അടുത്തേക്ക് പോകുന്നു. 1092 അവസാനത്തെ അക്കത്തെ മാറ്റി ഒരു വര വരച്ചു. അവസാനത്തെ അക്കം 2, 2ന്റെ ഇരട്ടി എടുത്തു 4. ബാക്കി സംഖ്യയായ 109 നിന്ന് ഈ 2ന്റെ ഇരട്ടിയായ 4 കുറച്ചു. 109 നിന്ന് 4 കുറച്ചപ്പോൾ നമുക്ക് 105 എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു വര വരച്ചു. 5ന്റെ ഇരട്ടി നമ്മൾ എടുത്തു. 5ന്റെ ഇരട്ടി 10. ബാക്കി സംഖ്യ 10ൽ നിന്ന് ഈ 10 കുറച്ചു. 10ൽ നിന്ന് 10 പോയാൽ 0. 0 കിട്ടി. 0 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ ഒരു കണക്കും കൂടി നമുക്ക് നോക്കാം. ചെയ്യുന്നത് അവസാനത്തെ അക്കത്തെ മാറ്റുന്നു, അതിൻ്റെ ഇരട്ടി എടുക്കുന്നു, ബാക്കി സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു. അവസാനത്തെ അക്കം എടുക്കുന്നു, അതിൻ്റെ ഇരട്ടി ബാക്കി സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു. 2ന്റെ ഇരട്ടി 4. കുറച്ചല്ല, 52, 15. 5ന്റെ ഇരട്ടി 10. 521 നിന്ന് 10 കുറച്ചാൽ 511. 1ന്റെ ഇരട്ടി 2. കുറച്ചാൽ 51 നിന്ന് 2 പോയാൽ 49. 49 നമുക്ക് 2 അക്കം കിട്ടി അല്ലേ? 2 അക്കത്തിലേക്ക് എത്തി. ഇവിടെ വെച്ച് നിർത്താം. 49 7ന്റെ ഗുണിതമാണോ? ആണ്. 7 × 7 49. അപ്പോൾ ഈ സംഖ്യയെയും 7 കൊണ്ട് ഹരിക്കാം. ഓക്കെ, നമ്മൾ 8 കൊണ്ട് ഒരു സംഖ്യയെ എങ്ങനെ നിശേഷം ഹരിക്കാൻ കഴിയും? ഒരു സംഖ്യ തന്നു, അതിനെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 വരുമോ? അതൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ആ വലിയ സംഖ്യയെ 8 കൊണ്ട് ഹരിച്ച് നോക്കി സമയം കളയില്ല. നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ 2ന്റെ കേസിൽ ചെയ്തത് എന്താ? 2ന്റെ കേസിൽ അവസാനത്തെ ഒരക്കം നോക്കി അല്ലെ? അവസാനത്തെ അക്കം നോക്കി അത് ഇരട്ട സംഖ്യയാണോ നോക്കി, 0 ആണോ നോക്കി. ആണെങ്കിൽ 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. 4ന്റെ നമ്മൾ എന്ത് ചെയ്തു? അവസാനത്തെ 2 അക്കങ്ങൾ നോക്കി. അവസാനത്തെ 2 അക്കങ്ങൾ 0 ആണോ? അവസാനത്തെ 2 അക്കങ്ങൾ 4ന്റെ ഗുണിതമാണോ നോക്കി. 8ന്റെ ഏതും നമ്മൾ അതുപോലെയാണ് ചെയ്യുന്നത്. 8ന്റെ നമ്മൾ ചെയ്യേണ്ടത് 2ന്റെ നമ്മൾ ഒരക്കം നോക്കി, 4ന്റെ 2 അക്കങ്ങൾ നോക്കി, 8ന്റെ നമ്മൾ 3 അക്കങ്ങൾ നോക്കും. അവസാനത്തെ 3 അക്കങ്ങൾ, അവസാന 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമാകണം. അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമാകണം. അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങൾ 0 ആകണം. അവസാനത്തെ 3 അക്കങ്ങൾ 0മോ 8ന്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? അവസാനത്തെ 3 അക്കങ്ങൾ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ സൈഡിൽ കൊണ്ടുപോയി 8 കൊണ്ട് ഹരിച്ച് നോക്കുക. വലിയ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുന്നതിനേക്കാൾ സമയം കുറവായിരിക്കും അവസാനത്തെ 3 അക്കത്തെ മാത്രം 8 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ അതിൽ മടി വിചാരിക്കേണ്ട, നമ്മൾ നോക്കാം. ആദ്യത്തെ കണക്ക് 064 അല്ലെ? അവസാനത്തെ 3 അക്കങ്ങൾ 064 064 എന്ന് വെച്ചാൽ എന്താ? 64. 64 8ന്റെ ഗുണിതമാണോ? 64 8ന്റെ ഗുണിതമാണോ? ആണ് അല്ലേ? 8 × 8 8 8 64 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കണക്കിൽ നമുക്ക് പറയാം ഈ വലിയ സംഖ്യ 8ന്റെ ഗുണിതമാണ്. അല്ലെങ്കിൽ ഈ വലിയ സംഖ്യയെ 8 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 ആയിരിക്കും. വേറെ ഒരു ശിഷ്ടം വരില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നു. അവസാനത്തെ അക്കം 282. അവസാനത്തെ 3 അക്കങ്ങൾ 282. നമ്മൾ എന്ത് ചെയ്യും? അറിയില്ലെങ്കിൽ സൈഡിൽ കൊണ്ടിട്ട് ഹരിച്ചു നോക്കും. 282 ഹരിക്കണം 8 എത്രയാ? 3 8 24. നമുക്കറിയാം അല്ലേ? 3 8 24. കുറച്ച് 28 24 കുറച്ചാൽ 4. അടുത്ത് കിടക്കുന്ന 2നെ നമ്മൾ ഇറക്കിട്ടു. 42. എന്ത് ചെയ്യും? 8 5 40. 42 40 കുറച്ചാൽ 2 അല്ലേ? അവസാനത്തെ 3 അക്കത്തെ നമുക്ക് പൂർണ്ണമായി ഹരിക്കാൻ കഴിഞ്ഞില്ല. ശിഷ്ടം 0 അല്ല വന്നത്. ഇവിടെ ശിഷ്ടം ആരാ വന്നത്? 0 അല്ല, 2 വന്നത്. അതുകൊണ്ട് അവസാനത്തെ 3 അക്കത്തെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ വലിയ സംഖ്യയെയും 8 കൊണ്ട് ഹരിക്കാൻ പൂർണ്ണമായി ഹരിക്കാൻ കഴിയില്ല. നമ്മൾ മൂന്നാമത്തെ കണക്കിലേക്ക് പോകുന്നു. അവസാനത്തെ 3 അക്കങ്ങൾ 0 എങ്കിൽ ഉറപ്പിച്ച് പറയാം, അവസാനത്തെ 3 അക്കങ്ങൾ 0 ആയാൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. മൂന്നാമത്തെ കണക്ക് നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. ഇനി 824. നമുക്ക് വേണമെങ്കിൽ 800 + 24 പെട്ടെന്ന് ചെയ്യാം. ഇനി അത് പെട്ടെന്ന് ചെയ്യാൻ കിട്ടാത്തവർ എന്ത് ചെയ്യുക? സൈഡിൽ കൊണ്ടുപോയിട്ട് ഹരിച്ച് നോക്കുക. 824 8ന്റെ ഗുണിതാണ് അല്ലേ? 100 × 8 800 24 3 8 24 കിട്ടും. വേണമെങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ കിട്ടാത്തവർ സൈഡിൽ കൊണ്ടുപോയിട്ട് 824 ഹരിക്കണം 8 ചെയ്ത് നോക്കുക. 1 8 8 8 8 പോയി 0 2. കുറച്ചതിന് ശേഷം
ഇറക്കിയിട്ട സംഖ്യ ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യയേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മളൊരു 0 ചേർത്തിട്ടാണ് അടുത്ത സംഖ്യ ഇറക്കിയിട്ടത്. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഈ ഹരണം പഠിപ്പിക്കാനുള്ളൊരു സമയം, അതും കൂടി ഹരണം കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോകും. നമ്മൾ ഹരണം ഒരു തനിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, ബുദ്ധിമുട്ടുള്ളവർക്ക്. 24 എത്ര 8 3 8 24 0. അപ്പോൾ അവസാനത്തെ 3 അക്കങ്ങളെ 8 കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിഞ്ഞു അല്ലേ? ഹരിച്ചപ്പോൾ ശിഷ്ടം 0 കിട്ടിയത്. നിശേഷം ഹരിക്കാൻ കഴിഞ്ഞു, ശിഷ്ടമില്ലാതെ, ശിഷ്ടം 0 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഈ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാം. ഇനി അവസാനത്തേത് 415. 5 ഇരട്ട സംഖ്യയല്ല, ഒറ്റ സംഖ്യയാണ്. നമുക്കത് കഴിയില്ല എന്നറിയാം. എങ്കിലും സംശയമുള്ളവർ സൈഡിൽ കൊണ്ടിട്ട് 415 ഹരിക്കണം 8 ചെയ്ത് നോക്കുക. 8 5 40, 1 5, 1 8 8, 7 ശിഷ്ടം വന്നു. കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ്, ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അതിനെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ, 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ അവസാനത്തെ 3 അക്കങ്ങളാണ് പരിശോധിക്കേണ്ടത്. അവസാനത്തെ 3 അക്കങ്ങൾ 8ന്റെ ഗുണിതമോ 0 ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 8 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. നമ്മൾ നേരത്തെ 3ന്റെ പഠിച്ചു അല്ലേ? ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ആ സംഖ്യയിൽ അക്കങ്ങളെല്ലാം കൂടി കൂട്ടും. അങ്ങനെ കൂട്ടി കിട്ടുന്ന അക്കത്തുക 3 6 9 ആണെങ്കിൽ, 3 6 9 ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് പഠിച്ചു അല്ലേ? 9 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതും ഏകദേശം ഇതുപോലെയാണ്, സെയിം പ്രൊസീജിയറാണ്. എന്താ ചെയ്യുന്നത്? ഒരു സംഖ്യ തന്നു, നമ്മൾ എന്ത് ചെയ്യും? അതിൽ അക്കങ്ങളെല്ലാം കൂടി കൂട്ടും. അങ്ങനെ അവസാനം കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് 3 6 9 എല്ലാം നോക്കണം. നമ്മൾ 9 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അവസാനം കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ്, ആ അക്കത്തുക 9 ആണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കണക്കുകൾ നോക്കാം. 4 3 8 7 5 6. എന്താണ് ഒരു സംഖ്യ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ അക്കത്തുക 9 ആയിരിക്കും. അക്കത്തുക 9 ആയിരിക്കും. നോക്കാം. 4 3 ഞാൻ വേണമെങ്കിൽ ആദ്യത്തെ 2 കണക്ക് ഇവിടെ എഴുതി കാണിക്കാം. 4 3 8 7 5 6. നമ്മളെന്ത് ചെയ്യും? എല്ലാ അക്കങ്ങളും കൂടി കൂട്ടും. 4 3 7, 7 8 15, 15 7 22, 22 5 27, 27 6 33. സിംഗിൾ ഡിജിറ്റ് ആക്കണം അല്ലേ? അക്കത്തുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് ആണ്. 3 + 3 6. 9 അല്ല, നമുക്കിത് കഴിയില്ല. രണ്ടാമത്തെ കണക്ക് 8 + 5 + 7 + 1 + 3 + 4 + 9 സമം 8 5 13, 13 7 20, 21, 24 28 9 37. 7 3 10, 1 + 0 1. 9 അല്ല, കഴിയില്ല. മൂന്നാമത്തെ നമ്മൾ നോക്കുന്നു ഇതേപോലെ. 4 3 7, 7 7 14, 14 8 22, 22 5 27. നമ്മൾ വീണ്ടും കൂട്ടുന്നു. 2 + 7 കിട്ടിയത് 9. മൂന്നാമത്തേത് കഴിയും. 9 കൊണ്ട് ഹരിക്കാൻ കഴിയും. നാലാമത്തേത് നമ്മൾ നോക്കുന്നു. 5 + 6, 5 6 11, 11 7 18, 18 3 21, 21 + 0 21 തന്നെ, 21 + 6 27. വീണ്ടും നമുക്ക് 9 കിട്ടി. ഇതും കഴിയും. അടുത്തത് 5 0 0 4, 5 4 9, 9 9 18, 1 + 8 9. അപ്പോൾ 1 2 3 3 ഈ അവസാനം എഴുതിയിരിക്കുന്ന 3 മാത്രമേ 9 കൊണ്ട് ഹരിക്കാൻ കഴിയൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് ആ സംഖ്യയിലെ അക്കങ്ങളെല്ലാം കൂടി കൂട്ടി അവസാനം കിട്ടുന്ന സിംഗിൾ ഡിജിറ്റ് 9 ആണെങ്കിൽ നമുക്ക് ആ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ കഴിയും. 10 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമുക്കറിയാം. ഞാനത് ബോർഡിൽ എഴുതിയിട്ടില്ല. എങ്ങനെ പരിശോധിക്കാം? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആദ്യം പഠിച്ച ഗുണനപ്പട്ടികയുടെ കൂട്ടത്തിലൊന്ന് 10-ൻ്റേതായിരിക്കും ഓഫ് കോഴ്സ് അല്ലേ? 10 20 30 40 50 60 70 80 90 100 110 അങ്ങനെ പോകും. എന്താ ഗുണിതങ്ങളുടെയൊക്കെ പ്രത്യേകത? അവസാനത്തെ ഡിജിറ്റ് 0 ആയിരിക്കും അല്ലേ? 10 1 × 10 10, 2 × 10 20, 3 × 10 30, 4 × 10 40. ഒക്കെ എല്ലാ ഗുണിതങ്ങളുടെയും അവസാനത്തെ ആളാരാ? അവസാനത്തെ അക്കം 0 ആയിരിക്കും.
അപ്പോൾ 10ൻ്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത ഞാൻ പറയണോ? വേണ്ടല്ലോ. ഒരു സംഖ്യ തന്നു, ആ സംഖ്യയുടെ ലാസ്റ്റത്തെ ഡിജിറ്റ് നോക്കുക. ലാസ്റ്റത്തെ ഡിജിറ്റ് 0 ആണെങ്കിൽ ആ വലിയ ആ സംഖ്യയെ നമുക്ക് 10 കൊണ്ട് ഹരിക്കാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആ സംഖ്യ 10ൻ്റെ ഗുണിതമാണെന്ന് പറയാം. ഞാൻ അതിനു വേണ്ടി അധികം സമയം കളയുന്നില്ല. നമ്മൾ അടുത്തേക്ക് പോകുന്നു. 11. ഒരു സംഖ്യ തന്നു, ആ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ, നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ചെയ്യേണ്ടത് ഒന്നിടവിട്ട സംഖ്യകളെ തമ്മിൽ നമ്മൾ കൂട്ടും. ഒന്നിടവിട്ട സംഖ്യകളെ തമ്മിൽ കൂട്ടും. എന്നിട്ട് അതിൽ വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കും. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതമായിരിക്കണം. ഏതാ 11ൻ്റെ ഗുണിതം? എളുപ്പമല്ലേ നമുക്ക്? 11, 22, 33, 44, 55, 66, 77, 88, 99, അങ്ങനെ പോകും. 110, 121 അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഒന്നുകൂടിയും പറയാം. ഒരു സംഖ്യ തന്നു, നമ്മൾ ചെയ്യുന്നത് എന്താ? ആ സംഖ്യയിലെ ഒന്നിടവിട്ട അക്കങ്ങളെ തമ്മിൽ നമ്മൾ കൂട്ടും. നമുക്ക് 2 സെറ്റ് ആളുകൾ കിട്ടും. 2 സെറ്റ് ആളുകളിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. അങ്ങനെ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കാൻ കഴിയും എന്ന് പറയാം. നമ്മളിനി ഒരു 5 കണക്ക് എഴുതിയിട്ടുണ്ട്. 5 കണക്ക് ചെയ്യുമ്പോൾ സെറ്റാവും. ഓക്കെ അല്ലേ? ചെയ്യേണ്ടത് എന്താ? ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടണം. നമ്മൾ ഇവിടുന്ന് തുടങ്ങണേ. 9ഉം 3ഉം ഇയാളെ ഞാൻ ഒഴിവാക്കിയില്ലേ? ഒന്നിടവിട്ട സംഖ്യകൾ. 9ഉം 3ഉം 12, 12ഉം 5ഉം 17, 17ഉം 3ഉം നമുക്ക് കിട്ടി. ആദ്യത്തെ ഒരു സെറ്റ് കിട്ടി 20. ഇനി അടുത്ത സെറ്റ് കാണണം അല്ലേ? അടുത്ത സെറ്റ് ആരാ? ഈ കൂട്ടാത്ത ആൾക്കാർ ആരൊക്കെയാ? 4, 7, 9 ഇവരെ കൂട്ടണം നമ്മൾ. 4ഉം 7ഉം 11, 11ഉം 9ഉം 20. 2 സെറ്റ് നമുക്ക് 20 കിട്ടിയ. തമ്മിൽ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 0 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയും. കൂടെ എഴുതാം. 11 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളുടെ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. നിങ്ങൾ നോട്ട് എഴുതുന്ന ആളുകളായിരിക്കുമല്ലോ, എഴുതിക്കോളൂ. ഒന്നിടവിട്ട അക്കങ്ങൾ തമ്മിൽ കൂട്ടി വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതം. 0മോ 11ൻ്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം. ഓക്കെ. നമ്മൾ നോട്ട് എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സൈഡിൽ എഴുതുന്നത്. നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണക്ക് ചെയ്തപ്പോൾ 2 സെറ്റ് ആളുകളെ കിട്ടി. 2 സെറ്റ് ആളുകളെയും കുറച്ചപ്പോൾ 0 കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഈ സംഖ്യ 11ൻ്റെ ഗുണിതമാണ്. ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയും, പൂർണ്ണമായി ഹരിക്കാൻ കഴിയും. നമ്മൾ അടുത്ത കണക്കിലേക്ക് പോകുന്നു. 8ഉം 1ഉം 9, 9ഉം 5ഉം 14, 14ഉം 6ഉം 20, 20ഉം 5ഉം 25. ആദ്യത്തെ ആൾ 25. ഇനി ആരൊക്കെ കൂട്ടണം? 9 കൂട്ടണം, 7 കൂട്ടണം, 3 കൂട്ടണം, 5 കൂട്ടണം അല്ലേ? 9ഉം 7ഉം 16, 16ഉം 3ഉം 19, 19ഉം 5ഉം 24. 9ഉം 7ഉം 16, 16ഉം 3ഉം 19, 19ഉം 5ഉം 24. 25ൽ നിന്ന് 24 കുറച്ചാൽ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഈ സംഖ്യ 11ൻ്റെ ഗുണിതമല്ല. നമ്മൾ മൂന്നാമത്തേലേക്ക് പോകുന്നു. 5ഉം 4ഉം 9, 9ഉം 6ഉം 15, 15ഉം 7ഉം 22. നമുക്ക് അടുത്ത സെറ്റിൽ ആരെ കൂട്ടണം? 0 കൂട്ടണം, 8 കൂട്ടണം, 3 കൂട്ടണം. 0 + 8, 8 തന്നെ. 8 + 3 11. വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, 22ൽ നിന്ന് 11 കുറച്ചു. കിട്ടുന്നത് നമുക്ക് 11. 11 എന്താണ്? 11ൻ്റെ ഗുണിതമാണ് അല്ലേ? 1 × 11 ആണ് 11. അതുകൊണ്ട് ഈ സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കാം. നമ്മൾ അടുത്തേക്ക് പോകുന്നു. 6 + 8, 8 14, + 0 14 തന്നെ. നമ്മളിനി കൂട്ടേണ്ട ആളുകൾ 5, 6, 3. 5ഉം 6ഉം 11, 11ഉം 3ഉം 14. രണ്ടാളും സെയിം അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം 0. അപ്പോൾ ഈ സംഖ്യേനെയും 11 കൊണ്ട് ഹരിക്കാൻ കഴിയും. നമ്മൾ അവസാനത്തെ കണക്കിലേക്ക് പോകുന്നു.
7 8 15, 15 4 19, 19 മാറും 25. ആദ്യത്തെ ആളെ കിട്ടി 25. 7 3 10, 10 5 15. 25 നിന്ന് 15 കുറച്ചാൽ ഉത്തരം 10. അത് 0 അല്ല, 11ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഈ സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കാൻ കഴിയില്ല. ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, അഥവാ ഈ സംഖ്യ 11ന്റെ ഗുണിതമല്ല. ഒരു സംഖ്യയെ 12 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ 6ന്റെ ചെയ്ത സെയിം മെത്തേഡാണ്. എന്ന് വെച്ചാൽ 6ന് നമ്മൾ എന്താ ചെയ്തത്, 6 എന്ന് പറയുന്നത് 2ന്റെയും 3ന്റെയും ഗുണിതമല്ലേ. 2 × 3 ആണ് 6. അപ്പോൾ 2ന്റെ ഗുണിതമാണോ നോക്കും. ഒരു സംഖ്യ തന്നാൽ അത് ആ സംഖ്യ 2ന്റെ ഗുണിതമാണോ നോക്കും, 3ന്റെ ഗുണിതമാണോ നോക്കും. 2 ആണെങ്കിൽ നമ്മൾ പറയും അതിനെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നു. നമ്മളിവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. 12 എന്ന് പറയുന്നത് 3ന്റെയും 4ന്റെയും ഗുണിതമാണ്. അപ്പം 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കും. ഒരു സംഖ്യ തന്നാൽ ആ സംഖ്യ 3ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കും. എങ്ങനെ, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ആ സംഖ്യയിലെ എല്ലാ അക്കങ്ങളും തമ്മിൽ കൂട്ടി കിട്ടുന്ന ആ സിംഗിൾ ഡിജിറ്റ് 3 6 9 ആയിരിക്കണം. 3 6 9 ആണെങ്കിൽ നമുക്ക് പറയാം ആ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഇനി 4 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാൻ കഴിയുമില്ലോ നമ്മൾ പഠിച്ചല്ലേ. എന്താ ചെയ്യുക, നമ്മൾ അവസാനത്തെ 2 അക്കങ്ങൾ പരിശോധിക്കും. അവസാനത്തെ 2 അക്കങ്ങൾ ഒന്നുകിൽ 0 ആകണം, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ 4ന്റെ ഗുണിതമാകണം. അപ്പോൾ ഈ 2 കേസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സംഖ്യയെ 12 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് പറയാം. ഓക്കെ അല്ലേ. നമുക്കെന്നാ കണക്കിലേക്ക് കടക്കാം. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് 3 4 എടുത്തത്, 2 × 6 12 അല്ലേ, എന്തുകൊണ്ടാണ് അത് എടുക്കാത്തത് എന്ന് ചോദിക്കാം അല്ലേ. 2 × 6 12 ആണ്. അങ്ങനെയാണെങ്കിൽ 2ന്റെ 6നെ നോക്കിയാൽ പോരെ. ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആണോ നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ അവസാനത്തെ അക്കം 0 ആണോ നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ 2ന്റെയും 3ന്റെയും കേസ് നോക്കിയാൽ പോരെ. അപ്പോൾ 6ന്റെ ഗുണിതമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 3ന്റെയും 2ന്റെയും ആണെങ്കിൽ 12ന്റെയും ആയിക്കൂടെ എന്ന് ചോദിക്കാം. അങ്ങനെ എടുക്കാത്തതിന് കാരണം നമ്മൾ എടുക്കുന്ന ആ 2 സംഖ്യകൾ പരസ്പരം ഘടകങ്ങളായി വരാൻ പാടില്ല. നമുക്കിവിടെ 2 6, 6ന്റെ ഒരു ഘടകമാണ് 2. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 × 6 പരിഗണിക്കാതെ 3 × 4 പരിഗണിച്ചത്. 3 × 4 ആണ് 12. അപ്പോൾ നമ്മൾ ഓരോ സംഖ്യകളെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കും, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കും. രണ്ടും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ സംഖ്യ 12 കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ കണക്ക് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കും. 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നമ്മളെങ്ങനെ നോക്കാം, എല്ലാം കൂടി കൂട്ടും അല്ലേ. 9 6 15 5 20, 28 4 32 32 34, 34 കിട്ടി. 3 + 4 7. 3 കൊണ്ട് കഴിയില്ല, നമ്മൾ 4 കൊണ്ട് നോക്കുന്നില്ല. അവസാനം രണ്ടാമത്തെ കണക്ക് നമ്മൾ എന്ത് ചെയ്യും, 3 കൊണ്ടും 4 കൊണ്ടും നോക്കണം. അവസാനത്തെ 2 അക്കങ്ങൾ 84, 4ന്റെ ഗുണിതമാണോ നോക്കും. ആണ് അല്ലേ. 21 × 4 ആണ് 84. 4 കൊണ്ട് പറ്റും. ഇനി 3 കൊണ്ട് പറ്റുമോ നോക്കാം. 8 + 0 8, 8 + 9 17, + 1 18, 18 + 8 26, 26 + 4 30. 30ൽ 3 0 കൂട്ടിയാൽ 3. 3 കൊണ്ട് പറ്റും. 3 കൊണ്ടും പറ്റും, 4 കൊണ്ടും പറ്റും. അപ്പോൾ തീർച്ചയായും 12 കൊണ്ടും ഈ സംഖ്യയെ ഹരിക്കാൻ കഴിയും. നമ്മൾ അടുത്തേക്ക് കിടക്കണോ. അവസാനത്തെ 2 അക്കങ്ങൾ 21 ഒറ്റ സംഖ്യയാണോ നോക്കണ്ട. അല്ല, നമ്മൾ അടുത്ത് നോക്കുന്നു 44. 4ന്റെ ഗുണിതമാണോ നോക്കും. 4ന്റെ ഗുണിതമാണോ നോക്കും അല്ലേ. ആണ്. 11 × 4 44 നമുക്കറിയാം. 4ന്റെ ഗുണിതമാണ്. ഇനി 3ന്റെ ഗുണിതമാണോ പരിശോധിക്കണം അല്ലേ. 5 6 11, 11 7 18, 18 4 22, 22 3 25, 25 3 26, 26 4 30, 30 4 34. 3 + 4 കിട്ടിയത് 7 ആണ്. 3ന്റെ ഗുണിതമല്ല. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഒരേ ഒരു സംഖ്യ മാത്രമാണ് 12 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത്. ഓക്കെ അല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, PSC പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കണക്കിന് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായും എല്ലാ ദിവസവും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു.